നമസ്കാരം. ചൈനീസ് ഫുഡിൻ്റെ കൂടെ നമ്മൾ സാധാരണ കഴിക്കാറുള്ള ഒരു അപ്പറ്റൈസറാണ് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. ഇതെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സൂപ്പാണ്. അതുപോലെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് തന്നെ. ഒലിവ് മസാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഏകദേശം ഒരു 400 ഗ്രാം ചിക്കൻ വെള്ളത്തിൽ അല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് ബോയിൽ ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ ഫ്ലഷ് നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാൻ. ഇതിൻ്റെ ബോൺസ് നമ്മൾ കളയുന്നില്ല. ഈ വെന്തിരിക്കുന്ന ചിക്കൻ നമുക്ക് വളരെ ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം. ഇത് ഫ്ലഷ് എടുത്തതിന് ശേഷമുള്ള ബോൺസ്. ഇനി ചിക്കൻ ബോൺസിൻ്റെ കൂടെ സ്പ്രിംഗ് അനിയൻ്റെ തണ്ട്, ചെറിയൊരു പീസ് ഗാർലിക്, മല്ലിയിലയുടെ തണ്ട്, കുരുമുളക് പൊടി, ഉപ്പ്, അല്പം വിനെഗർ, വെള്ളം എല്ലാം കൂടെ ചേർത്ത് സിമ്മറിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം 3-4 മണിക്കൂർ ബോയിൽ ചെയ്താൽ അത്രയും നല്ലതാണ്. ഇനി വേണ്ടത് കോൺ. ഇതിൽ നിന്ന് കുറച്ച് കോൺ ഞാൻ എടുത്ത് ഒരു മിക്സിയിലിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയാണ് നമുക്ക് ചേർക്കേണ്ടത്. ഈ കോൺ ചെറുതായിട്ട് സ്വീറ്റാണ്, പക്ഷേ നമുക്കൊരു അല്പം കൂടി ഷുഗർ ചേർക്കാം. അപ്പോഴാണ് ഇത് നല്ല സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ആകുന്നത്. ഇനി ചിക്കൻ ബോൺസ് വന്ന വെള്ളം അഥവാ സ്റ്റോക്ക്. ഇനി സ്റ്റോക്കിൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്താൽ മതി. അല്പം പെപ്പർ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് വൈറ്റ് പെപ്പറാണ്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ സൂപ്പ് കഴിക്കാനുള്ള ഒരു ചില്ലി വിനെഗറും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് സോയ സോസും വിനെഗറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി വിനെഗറും റെഡിയായി. ഇനി തണുത്ത വെള്ളത്തിലേക്ക് നമുക്ക് 1 സ്പൂൺ കോൺ സ്റ്റാർച്ച് ഒന്ന് കലക്കി വെക്കാം. തിക്നെസ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 2 സ്പൂൺ കോൺ സ്റ്റാർച്ച് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസിൽ നിന്ന് കുറച്ചെടുത്ത് സൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒന്നുകൂടെ വേവിച്ചെടുത്തതിന് ശേഷം കോൺ സ്റ്റാർച്ച്, ബാക്കിയിരിക്കുന്ന ചിക്കൻ, ഇനി എഗ് വൈറ്റ്സ് അല്പാൽപമായിട്ട് ചേർത്ത് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിൽ നമുക്ക് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് അത്യാവശ്യമാണ്. ഇതിന് MSG എന്ന് പറയും, അതായത് അജിനോമോട്ടോ. ഇതെല്ലാവർക്കും പേടിയുള്ള സാധനമാണെന്നറിയാം. വല്ലപ്പോഴും ആകാം. സ്ഥിരം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മറ്റൊരു മറുനാടൻ രുചിയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.